നമസ്കാരം. നാടെങ്ങും ഓണാഘോഷത്തിൻ്റെ തിരക്കുകളിലാണ്. ഇന്ന് ഈ ഒരു ഓണാഘോഷ വേളയിൽ ഞാനുള്ളത് ജന്മം കൊണ്ട് മലയാളികൾ അല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു IAS IPS കപ്പിളിൻ്റെ വീട്ടിലാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ തന്നെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ വീട്ടിലും ഓണാഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഒരു ഓണാഘോഷ വേളയിൽ ഞാനിന്ന് ജോയിൻ ചെയ്യുന്നത് KCB CMD ഡോക്ടർ രാജമാണിക്യം IAS ഒപ്പം ഭാര്യ IG നിശാന്തിനി IPSന്റെ വീട്ടിലാണ്. ആദ്യം തന്നെ രണ്ടുപേർക്കും ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓണം എന്ന് പറയുന്നത് പോലെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് പൊങ്കൽ അല്ലെങ്കിൽ ദീപാവലി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കേരളത്തിന് എത്തിയതിനു ശേഷമുണ്ടായ ആദ്യത്തെ ഓണത്തിന്റെ ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാവോ? ഞങ്ങളുടെ ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലായിരുന്നു. ASP ട്രെയിനി ആയിട്ട് ഞാനും ഇദ്ദേഹം അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി ആയിട്ട് അവിടെ ഇരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഓണം. അപ്പോൾ അതൊരു കുഞ്ഞു ഓണമായിരുന്നു. വീട്ടിൽ ആവുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു. അപ്പോൾ ഈ സദ്യയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ കുറേ സാധനമുണ്ട്. അപ്പം ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരമായിരുന്നു. കാരണം അതിലൊരു ക്രമമുണ്ട്. അപ്പം അടുത്തിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ പേര് ഒക്കെ പറയുമ്പോൾ ഈവൻ ഉപ്പേരി പോലും അവിടെ വന്ന് പഠിക്കുന്നു. ഇഞ്ചിക്കറി, അങ്ങനെ തോരൻ, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ. അപ്പം അതെല്ലാം അപ്പോഴൊക്കെ പുതിയ പുതിയ സാധനമായി. എന്നും ഒരുപാട് സദ്യകൾ പോയിട്ടുണ്ടെങ്കിലും ഓരോരോ ദിവസവും അത് പറഞ്ഞ് ഓർക്കാൻ തന്നെ ശ്രമിക്കും. അടുത്ത ദിവസം അതേ സദ്യ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇന്നലെ കഴിച്ച ഉപ്പേരിയുടെ പേര് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഇതിന്റെ പേരെന്താ, ഈ പായസം എന്താ, ആ പായസത്തിന് ശേഷമാണ് ഈ പായസം. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞ ഓണമായിരുന്നു ആദ്യത്തെ ഓണം എന്ന് പറയാം. പിന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റാ. ഇതിൽ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പൂക്കളും അത്തപ്പൂക്കളം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഓണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓണം എന്നുള്ളതിനെക്കാട്ടിലും സാറിനും മാമിനും ഒരു ഇരട്ടി മധുരമുള്ള സംഭവമാണെന്ന് എനിക്കറിയാം. ഞാനായിട്ട് തന്നെ പറയുന്നില്ല, ആ ഓർമ്മകളൊന്ന് പറയോ? വെഡിങ് ആനിവേഴ്സറി ഓർമ്മകൾ. സത്യം പറഞ്ഞാൽ ഈ വർഷ ഓണം നമ്മൾ വെഡിങ് ആനിവേഴ്സറിയോട് ചേർന്ന് ആ ദിവസം തന്നെയാണ് ഞങ്ങളുടെ ഓണം വരുന്നത്. തിരുവോണം വരുന്നത് അന്ന് തന്നെയാണ് ഞങ്ങളുടെ വെഡിങ് നടന്നത്. പക്ഷെ ഞങ്ങൾ കുറെ വെഡിങ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പല തീയതികൾ ഓർമ്മിക്കേണ്ടിയിരിക്കും. പക്ഷെ എന്നാലും ഒരു സോഷ്യൽ വെഡിങ് എന്നുള്ളത് ഞങ്ങൾ ആഗസ്റ്റ് 26 2009 അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർവീസിലിരുന്ന് കല്യാണം കഴിക്കുമ്പോൾ നിശാന്തിനിക്ക് വെസ്റ്റ് ബംഗാൾ കാഡറും എനിക്ക് കേരള കാഡറും ആയിരുന്നു. അപ്പോൾ കാഡർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എപ്പോഴും ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യും. അപ്പൊ അങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തത് വേറെ ഒരു ദിവസമാണ്, ജൂൺ മാസത്തിലെ ഒരു ദിവസമാണ്. അപ്പൊ എന്നിട്ട് സോഷ്യൽ മാരേജ് നടന്നതാണ് ആഗസ്റ്റ് 26 പറയുന്നത്. അത് നിങ്ങൾ ഓണം ദിവസം നോക്കി ഫിക്സ് ചെയ്തതായിരുന്നോ അതോ റാൻഡംലി അങ്ങനെ ഡേ വന്നതാണോ? ഈ റാൻഡംലി വന്നതാണ്, അങ്ങനെ ഫിക്സ് ചെയ്തതൊന്നല്ല. ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസത്തിലാണ് അങ്ങനെ വന്നതാണ്. ആ സമയത്ത് ഓണം ഹോളിഡേയും ആയിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോ അങ്ങനെ റാൻഡംലി വന്നതാണ്. അങ്ങനെ ആഗസ്റ്റ് 26 വരെ നമ്മൾ ഫിക്സ് ചെയ്തതൊന്നല്ല. ഞാൻ അറിയാം, ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പദവി എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഒരുപാട് കാര്യങ്ങൾ ദിവസം നേരിട്ടുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്, ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ഈ ഒരു സംഭവം മാറ്റി വെക്കണം, അതോ വീട്ടിലും നിങ്ങൾ ശരിക്കും ഓഫീസേഴ്സ് ആണോ? ഞാൻ വീട്ടിൽ ഓഫീസറൊന്നല്ല, ഞാൻ വെളിയിൽ തന്നെ ഓഫീസറല്ല. അല്ല, അതുകൊണ്ട് വീട്ടിലും ഓഫീസറല്ല. വീട്ടിൽ ഇപ്പം എറണാകുളത്തൊക്കെ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ വീട്ടിൽ വന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാല് നമ്മള് ആദ്യം തന്നെ ഞങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു അൺറിട്ടേൺ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് വാതിലിന്റെ പുറത്താണ്, ഓഫീസിനുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ ഒരിക്കലും ഞാനും ഓഫീസറല്ല, മാഡമും ഓഫീസറല്ല. പക്ഷെ എന്നാലും വീട്ടിലെ സംസാരങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലല്ലേ? പരമാവധി അവോയ്ഡ് ചെയ്യും. അതായത് ചിലപ്പോ എല്ലാം സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊന്നല്ലല്ലോ. അതായത് ചിലത് കോംപ്ലിമെന്ററി ആയിരിക്കും. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്.
അതല്ലാതെ ചുമ്മാ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു ഓഫീസ് കാര്യം എന്നുള്ള രീതിക്ക് സംസാരിക്കാറില്ല. ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും, അങ്ങനെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒരു IG ഈ ഇന്റലിജൻസോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നൂല്ലേ? അപ്പോൾ നോട്ട് നെസസറിലി നിശാന്തിന് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ KSEB ചെയർമാനോട് സംസാരിക്കണമെന്ന് അങ്ങോട്ടും തോന്നുമ്പോൾ അങ്ങനത്തെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര പേഴ്സണലി എന്തെങ്കിലും ഒരിക്കലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയാൽ എനിക്ക് ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ അടുത്ത് ചെറുപ്പം തൊട്ടേ എൻ്റെ പേരൻസ് ആവട്ടെ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആവട്ടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ വലുതാകുമ്പോൾ നീ അറ്റ്ലീസ്റ്റ് സിവിൽ സർവീസ് ട്രൈ ചെയ്യണം, നീ ഒരു ഗവൺമെൻറ് വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പം എനിക്ക് നിന്നെ സല്യൂട്ട് ചെയ്യണം. ഇപ്പോൾ പോലും എൻ്റെ അപ്പ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാനും ബിടെക് കഴിഞ്ഞ ഒരാളാണ് കേട്ടോ, ഇപ്പോൾ 2026 ബിടെക് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ പോലും എൻ്റെ അടുത്ത് ഡെയിലി പറയുന്ന ഒരു കാര്യമാണ് സിവിൽ സർവീസ് ട്രൈ ചെയ്യുന്നുള്ളത്. പക്ഷേ സർവേ ഒക്കെ പ്രകാരം എല്ലാ വർഷവും സിവിൽ സർവീസ് എഴുതുന്നവരിൽ നിന്നൊരു 0.1% ആൾക്കാരൊക്കെ ഇത് ക്രാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം സിവിൽ സർവീസ് ട്രൈ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് തന്നെ ശരിക്കും അവർ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഡിസിഷൻ എടുക്കാൻ കാണിച്ചൊരു ധൈര്യം. കാരണം സാറിനെ സംബന്ധിച്ച് സാർ ബിടെക് കഴിഞ്ഞു, MTech ഗോൾഡ് മെഡലോടെ കഴിഞ്ഞ ഒരാളാണ്. അതിനുശേഷം ഇപ്പം ഇത് ട്രൈ ചെയ്തു, കിട്ടിയില്ലായിരുന്നെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? അത്രയും ഇയർ ഗ്യാപ്പ് വന്നു, വർഷം പോയി, അങ്ങനെ സംഭവമില്ലേ? അപ്പോൾ ശരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം അതെന്താ ശരിക്കും? കാരണം എനിക്കിപ്പോഴും ആ ധൈര്യം ഇല്ല, അതുകൊണ്ടാണ്. എൻ്റെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. അപ്പൊ ഈ IAS IPS എന്താണ് പോലും അറിയാത്ത ഒരു സമയത്തിലായിരിക്കും ഈ ഒരു ഇത് കേട്ട് ഞാൻ ഇങ്ങനെ വളർന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു IAS ആകണം, അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ആകണം. വലിയൊരു സംഭവമാണല്ലോ, കളക്ടറാണ് നമ്മൾ അറിയുന്ന ജില്ലയിൽ അറിയുന്ന ഒരു ഏക വ്യക്തി. പിന്നെ ചീഫ് മിനിസ്റ്ററാണ്. അത് കഴിഞ്ഞ പിന്നെ വേറെ മന്ത്രികളൊന്നും ആ സമയങ്ങളിലൊന്നും നമ്മൾ അറിയത്തില്ല. ഏറെ ചെറുപ്പകാലത്തിൽ മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഓഫീസറിന് പറഞ്ഞാൽ, വ്യക്തിന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പം അങ്ങനെ കളക്ടർ ആകണം എന്ന് പറഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ എന്നോട് ചോദിക്കും, മോൾ എന്താവണം എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും കളക്ടർ ആവണം. ഓ മിടുക്കി എന്ന് പറയും. അപ്പോൾ ഓരോരോ പ്രാവശ്യവും ഓരോരോ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴും അത് ആ ആവേശം എനിക്ക് കൂടി. കാരണം മിടുക്കിന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ഇതല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അത് പറയുമ്പോൾ എന്തോ ഒരു വലിയ അംഗീകാരം കിട്ടുന്നത് പോലെ തോന്നിയത് കൊണ്ട് പിന്നെ ഞാനത് അങ്ങ് കണ്ടിന്യൂസ്ലി പറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വന്നു. പക്ഷെ ഒരു 12th കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുമ്പോഴാണ് ഇത് വലിയ സംഭവമാണ്. അതിനു മുമ്പ് വരെ ഇതൊരു എന്താണ് ഒരു ജോലി, അത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു അത്രമാത്രം ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിവിൽ സർവീസ് എന്നുള്ള ഒരു പരീക്ഷ എഴുതണമെന്ന് പോലും നമുക്ക് +2 കഴിയുന്ന വരെ എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങ് പറഞ്ഞു നടന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ സർവീസ് പഠിക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുമ്പോൾ പോലും സാധാരണ പഠിക്കാൻ നല്ല പഠിക്കാനുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരാളല്ലേ, അപ്പൊ ഒന്ന് എഴുതിയേക്കാം, നമുക്ക് കിട്ടുന്നതാണ്, അത്ര അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ദിസ് ഇസ് ദ ടഫസ്റ്റ് എക്സാം, അല്ലെ ഇതിന് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള ഒരു ബോധമോ ഒരു ഇതുവോ ഇല്ല സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ ഒരു കണ്ണടച്ച ഒരു പരീക്ഷ എഴുതി. പിന്നെ ഞാൻ മനസ്സിലായത് ആദ്യത്തെ ഫെയിലിയർ ലൈഫിൽ കാണുമ്പോൾ ഇതെന്തോ സംഭവമാണ്, പഠിക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത് അങ്ങനെ. അപ്പൊ so it's not that decision is made thinking about the consequences. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ അതൊരു ഭയങ്കര സംഭവമാണ്, അന്ന് അത്രയൊന്നും ചിന്തിക്കുന്നില്ല, അറിയില്ല, അതിന് ചിന്തിക്കാനുള്ള അറിവ് പോലും ഇല്ല. അപ്പൊ ഒന്ന് എഴുതാം, എല്ലാവരും പറഞ്ഞല്ലോ, നമ്മൾ എല്ലാവരോടും പറഞ്ഞ് കളക്ടർ ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കളക്ടർ ആകാനുള്ള പരീക്ഷ ഇതാണല്ലോ, അപ്പൊ ഒന്ന് എഴുതാം. നമ്മൾ ഇതുവരെ എല്ലാത്തിനും ഫസ്റ്റ് റാങ്കും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ ഇത് ഈസി ആയിരിക്കും. സോ അങ്ങനെ ഒരു ധാരണയിലാണ് ആദ്യത്തെ പരീക്ഷ എഴുതിയത്. പിന്നെ എഴുതുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെന്തോ സംഭവമാണ്. അപ്പൊ പിന്നെ കുറച്ചാവുമ്പോ ഈ പുലിവാല പിടിച്ച കഥ എന്ന് പറയും. അപ്പൊ അങ്ങനെ പിടിച്ചത് വിടാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്കൊരു വാശിയുണ്ട്, ഒരു സാധനം അങ്ങ് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നോട്ട് പോക്കില്ല ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ എഴുതി ഫെയിലായി, അങ്ങനെ എഴുതി, അങ്ങനെയാണ് പിന്നെ സിവിൽ സർവീസ് നേടിയത്. ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ സിവിൽ സർവീസ് ട്രൈ ചെയ്യണം.
ഞാൻ 2026 ബിടെക് കഴിഞ്ഞ ഒരാളാണ്. സോ യു ആർ ഫോർ ഓൾ സെഡ് ആൻഡ് ഡൺ മോർ ക്വാളിഫൈഡ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ഒരു പാസ്സാകാനുള്ള എക്സാം മാത്രമല്ല, ഒരു IAS IPS ആയി തീർക്കാനുള്ള എക്സാം മാത്രമല്ല, എല്ലാവരും എഴുതണമെന്നാണ് പറയുന്നത്. സോ എന്തിനു വെച്ചാൽ അതായത് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന എക്സാം എന്നാണ് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. എന്തിനറിയാവോ, നമുക്ക് ഫെയിലിയർ എന്താണ് പഠിപ്പിച്ചു കൊടുക്കും, പെർസെവറൻസ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കും, ഹാർഡ് വർക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ജീവിതത്തിന്റെ സകല പാഠങ്ങളും ഏറ്റവും മനോഹരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു എക്സാം ഉണ്ടെങ്കിൽ അത് സിവിൽ സർവീസേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ എല്ലാം ആ ഫേസ് എല്ലാം കടന്നാണ് സിവിൽ സർവീസിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിജയിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഒരിക്കലും ഉണ്ടാവത്തില്ല. നമ്മൾ ഹാർഡ് വർക്കും നമ്മളുടെ വർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ എപ്പോഴും ഉണ്ടാകത്തില്ല. ഓരോരുത്തരും ഓരോ വിശ്വാസമാണ്. ഇപ്പം എനിക്ക് ദൈവവിശ്വാസം, മറ്റൊരു വേറെ വിശ്വാസമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ആ ഔട്ട്കം ചിന്തിക്കാതെ ഈ എക്സാം എഴുതി ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കിട്ടും കിട്ടാതിനുള്ളതിനപ്പുറം ജീവിതത്തിൽ അതുപോലുള്ള ഒരു അനുഭവം എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ട് സിവിൽ സർവീസ് നിങ്ങൾ ആദ്യം എഴുതണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ ആക്ച്വലി നിശാന്തിനി IAS ആകണമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് IPS ആകണമായിരുന്നു. ഞാൻ വായിച്ചിരുന്നത് IPS ആകണം എന്നുള്ളതാണ് ആഗ്രഹം. ചെറുപ്പത്തിൽ IPS കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ പ്രായത്തിൽ കീ ചെയിനിൽ IPS എഴുതി അങ്ങനെ കറങ്ങി നടന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ IPS ആയിരുന്ന ആഗ്രഹം. പിന്നെയാണ് അത് IAS ആയിട്ട് എഴുതണം എന്നുള്ളത് പിന്നീടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. IPS ആഗ്രഹം ആയതുകൊണ്ടാണ് IPS കാരി കല്യാണം കഴിച്ചത്. എന്നുവെച്ചാൽ രാജമാണിക്യത്തിന്റെ പുറകിൽ IPS വേണ്ടെന്നുള്ളത് എപ്പോഴും. ഞാൻ നിങ്ങളുടെ ആ കഥ സത്യം പറഞ്ഞാൽ പലയിടത്തും നോക്കി. അതൊന്ന് പറയാമോ നമ്മുടെ അടുത്ത്? ഞാൻ IPSന്റെ കഥയാണോ പറഞ്ഞത്? നിങ്ങളുടെ കഥ, പ്രണയകഥ. പ്രണയകഥ മാഡം പറഞ്ഞാൽ വേറെ വെർഷനായിരിക്കും, ഞാൻ പറഞ്ഞാൽ വേറെ വെർഷനായിരിക്കും. പ്രണയമൊക്കെ വളരെ പഴയ പ്രണയമായി. ഇപ്പോഴൊക്കെ ജെൻസി ജെൻ ആൽഫ ഒക്കെ ആയി. നമ്മള് ദവമിരുന്ന് അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. നിങ്ങള് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കാലത്ത് കണ്ടുമുട്ടിയവരാണോ? അതെ, കഴിഞ്ഞിട്ട് രണ്ടുപേരും 2008 ക്രാക്ക് ചെയ്തു. അതിന് ശേഷം കണ്ടുമുട്ടിയവരാണ്. അപ്പൊ രണ്ടും 2 വെർഷനാണ്. അദ്ദേഹത്തിന്റെ വെർഷനിൽ നിൽക്കും, ഞാൻ എന്റെ വെർഷനിൽ ഉറപ്പിച്ച് നിൽക്കും. ഞാൻ എന്റേത് സത്യമായ വെർഷൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു. അതായത് 2008 എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തൃച്ചിയിൽ ഡോക്ടർ സുരേഷ് കുമാർ ഉണ്ട്. സുരേഷ് കുമാർ അന്നത്തെ എംപ്ലോയ്മെന്റ് ഓഫീസറാണ്. അപ്പോൾ അന്ന് സിവിൽ സർവീസ് പാസ്സായ, തമിഴ്നാട്ടിൽ പാസ്സായ എല്ലാവരെയും തൃച്ചിയിൽ 2-3 ദിവസം വെച്ച് ഒരു ജസ്റ്റ് ട്രെയിനിങ് ഒന്നല്ല, അങ്ങനത്തെ ഒരു അഫീഷ്യൽ ഒന്നല്ല, പക്ഷെ എല്ലാവരെയും ഒന്ന് കണ്ടുമുട്ടുക, ഒരു പ്രിപ്പറേറ്ററിന് വേണമെങ്കിൽ പറയാം, തമിഴ്നാട്ടിൽ ഒരു എക്സ്പോഷറിന് വേണമെങ്കിൽ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയാണ് തൃച്ചിക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അന്ന് എന്നെ റിസീവ് ചെയ്യാൻ വന്നത് നിശാന്തിനി ആയിരുന്നു. ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ അവിടെ പോയി, എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്കാഡമി പോയി. അപ്പോഴേ എന്റെ വീടൊക്കെ നോക്കി വെച്ചു. അക്കാഡമിയൊക്കെ പോയി. അക്കാഡമി പോയതിനു ശേഷം അങ്ങനെ എന്ന് വെച്ചാല് നമുക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്. അക്കാഡമി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു സിവിൽ സർവീസിലുള്ള ഏറ്റവും വലിയ എക്സ്പോഷറാണ് നമ്മൾ അക്കാഡമി. അറിവ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 മാസം ടിപ്പിക്കലി സ്പീക്കിംഗ് ആ 3 മാസം എന്ന് പറയുന്ന ആ ഒരു FC ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നതാണ് ഈ സിവിൽ സർവീസുകാരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള ഒരു സമയം വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ അറിയാത്ത പുതിയ ആൾക്കാർ ആ ബന്ധമാണ് അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ ഒഫീഷ്യലായും പേഴ്സണലായിട്ടും കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബന്ധമായിട്ട് വളരുന്നത് അല്ലേ സിവിൽ സർവീസിൽ. അപ്പോൾ അങ്ങനെ അവിടെ പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിശാന്തിനിക്ക് ഞാൻ മാത്രമാണ് ഫ്രണ്ട്, എനിക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അവിടെ പോയിട്ടും സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഫോർസിബിളി സിനിമ കാണാനായിട്ട് കൊണ്ടുപോയി അവിടെ ഞങ്ങൾ സിനിമ കാണാറുണ്ട്. അങ്ങനെ ഏതോ ഒരു സിനിമ കണ്ടപ്പോൾ പ്രേമിച്ചതായിരിക്കും തോന്നുന്നു. ഇനി മാമിന്റെ വർഷം അത് ഞങ്ങളിങ്ങനെ ഒരു കോളേജ് ലൈഫാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സിവിൽ സർവീസ് ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻ ഒന്നുമില്ലാത്ത കുറേ പ്രിപ്പറേഷൻ ആയിരുന്നു. ഒരു ഫെയിലിയർ, പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റില്ല ഈ സമൂഹത്തിന്, പിന്നെ നമ്മൾ
നമ്മുടെയായിട്ട് ഒരു ലോകത്തിനുള്ളിൽ പോവും. കാരണം എനിക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം വലിയ ആൾക്കാരായി. അപ്പോൾ അങ്ങനെ ഒരു ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും നമ്മൾ ആ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അവസാനം എത്തുമ്പോൾ. അപ്പോൾ അതിലൊരു ഒരു ടൈം നമ്മൾ ക്രാക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ അങ്ങ് സ്വർഗത്തിലെത്തിയതുപോലെ ആയിരിക്കും. കാരണം ഒരു കിട്ടൂല്ല, അല്ല വലിയ കിട്ടാൻ തന്നെ വലിയ ഇതാണ് എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സ്വർഗത്തിലെത്തുന്ന അത്രയും ഒരു സന്തോഷമാണ്. അപ്പം അവിടെ എത്തുമ്പോൾ യുനോ എല്ലാവർക്കും അതൊരു കോളേജ് ലൈഫ് തിരിച്ചു കിട്ടുന്ന ഒരു ഫീലാണ്. അപ്പം നമ്മളെല്ലാവരും, കാരണം ഇപ്പം നമ്മുടെ ലൈഫ് ഒരു സ്റ്റേബിൾ ആണ്, ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല. നൗ ദറ്റ് ഐ ഹാവ് എന്തോ ഒരു സംഭവം ആയി കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നൽ. അപ്പം എല്ലാം ആ ഒരു 3 മാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന, ഇത്രയും നാൾ ഉറക്കമില്ലാതെ പഠിച്ചതെല്ലാം കെട്ടി വെച്ചിട്ട് ഒരു ജോലിയായിട്ട് പോയി ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ ബാക്ക് ടു കോളേജ് ഡേയ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതില് നമ്മള് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സും അങ്ങനെ ഒന്നിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോവും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കാഡമിക്ക് പോയി, നാഷണൽ പോലീസ് അക്കാഡമിക്ക്. അദ്ദേഹം ഇവിടെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഇവിടെ വന്നു. ഒരു റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സിന്, ഒരു മോഡ്യൂളിന് ഇവിടെ തിരിച്ചു വന്നു. അപ്പൊ എന്നോട് എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും പറഞ്ഞു, രാജമാണിക്യം ഒരു പഴയ രാജമാണിക്യം ഒന്നല്ല. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ നിന്റെ ആബ്സെൻസ് എങ്ങനെ ഭയങ്കര വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇല്ല, സത്യമാണ്. പക്ഷേ അത് ആളിതല്ല, ആള് മാറിപ്പോയി. അപ്പോ അങ്ങനെ സോ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഒരു കൺവെൻഷണൽ മെത്തഡ് ഓഫ് ഇതൊന്നല്ല. അങ്ങനെ ഓക്കെ, എവറിബഡി തോട്ട് വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. വി ഓൾസോ തോട്ട് ഒരു ഫ്രീക്വൻസി മാച്ച് ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് അങ്ങ് തീരുമാനിച്ചതാ. അപ്പോ ഞങ്ങള് അത് ഒരു സിനിമ പോലെയാ. അത് പറഞ്ഞു വന്നപ്പോലെ അതാ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വെർഷനാണ് ശരി എന്നുള്ളത് കൊണ്ട് കറക്റ്റ് പറയുന്നില്ല. അതായത് വന്ന് ഇതെല്ലാം ഓക്കെയാണ്. അതായത് ഇവര് ITBP എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും തിരിച്ച് വീണ്ടും മസൂരി വരുന്നത്. NPAയിലാണ് അവർക്ക് IPS പഴയ കഥ ഇതൊക്കെ കേൾക്കണോ? വേണ്ട, ഇത് ഞാൻ കൊറേ തപ്പി, കഥ എവിടെ കിട്ടിയില്ല. കഥ ഭയങ്കര പഴയ, ഞാൻ പറയാം, അത് അറിയണം. അപ്പോ അവിടെ വന്നപ്പോൾ അന്ന് ഇവരെല്ലാം തിരിച്ചു പോകുന്ന സമയമാണ് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പൊതുവെ നമ്മള് ബാച്ച്മേറ്റ്സ് അല്ലേ, പോയി ഇവരെല്ലാം സെൻഡ് ഓഫ് ചെയ്യാനുള്ളതാണ്. മസൂറി അക്കാഡമി എന്ന് പറയുന്നത് ഒരു മലയിലുള്ള ഒരു ഇതാണ്. അക്കാഡമി മലയുടെ മുകളിലും മേലെ ഹോസ്റ്റലെല്ലാം താഴെയുമാണ്. മേലെ കയറി വരണം. അപ്പോൾ ഞാൻ സെൻഡ് ഓഫ് ചെയ്യാൻ പോയില്ല. സെൻഡ് ഓഫ് ചെയ്യാൻ പോയി, ഇതൊക്കെ ക്യാമറയിൽ പറയുന്നു. സെൻഡ് ഓഫ് ചെയ്യാൻ പോകാത്തത് കൊണ്ട് നിശാന്തിനി എന്നെ കാണാൻ വന്ന്. അത് ആ പുസ്തകത്തിലുണ്ട്. അപ്പോ മുഴുവൻ വായിച്ച് എനിക്ക് ഒരു ഗിഫ്റ്റ് വരുമ്പോൾ വന്നിരുന്നു, ഒരു ചെറിയൊരു ഗിഫ്റ്റ്. ആ ഗിഫ്റ്റും വെച്ച് ഞാൻ അവിടെ ഇരുന്ന് എന്നെ വിഷമത്തോടെ എന്നെ കണ്ടപ്പോൾ അപ്പോ തോന്നി, അപ്പൊ പറഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം. പക്ഷെ തോന്നി ഡിസൈഡ് ചെയ്ത് 10ാം ദിവസം കല്യാണം കഴിച്ചു. 10ാം ദിവസം. ശരി ശരി. അപ്പൊ അതായിരുന്നു സക്സസ്ഫുൾ IAS IPS കപ്പിളിന്റെ കഥയുടെ തുടക്കം. 17 വർഷമായി ഈ IAS IPS ദമ്പതികൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഞാൻ പേഴ്സണലി 2 പേരോടും ഓപ്പോസിറ്റ് പാർട്ട്നേഴ്സിൽ നിന്ന് പഠിച്ച ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? പങ്കാളിയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം. 2 പേരും ആൻസർ പറഞ്ഞു. പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ കേരളത്തിൽ ഔദ്യോഗികമായിട്ട് എനിക്ക് ഇത്രത്തോളം എക്സ്പോഷറും ഇത്രത്തോളം എൻ്റെ പ്രവർത്തന മേഖലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മാത്രമല്ല, ആരായാലും ഫാമിലി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നതാണ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വിമൻ ബിഹൈൻഡ് എന്നുള്ളത്. അപ്പോൾ റിയലി ഉള്ളതാണ്. എന്നുവെച്ചാൽ നമുക്ക് സാധാരണ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ വീട്ടിലും ഉള്ളതുപോലതിനപ്പുറം എന്നെ പോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്, ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലുള്ള ഒരാളാണെന്നുള്ള രീതിക്ക് ഞങ്ങൾ സിനിമയിലെ IAS IPS ഒക്കെ ഞാൻ കണ്ടത്. അപ്പോൾ കാണുമ്പോൾ ഈ പുറത്ത് ചിലപ്പോൾ IPS ഓഫീസർ ആയിരിക്കും. അപ്പോൾ വീട്ടെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഈ അന്യൻ സിനിമയിൽ
നമ്മൾ മറ്റേ വിക്രം വിക്രം അന്യൻ സിനിമയിൽ വിക്രം മാറുന്നത് പോലെയാണ്. അപ്പോൾ വേറെ ഒരു ഫേസ് ആയിരിക്കും നിശാന്തിനിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും അത്ര ഉത്തരവാദിപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, അതേ സമയത്ത് പുറത്ത് പോകുമ്പോൾ കാണുന്ന വേറെ ഫേസ് അല്ല നിശാന്തിനി അല്ല അവിടെ. അപ്പോൾ എപ്പോഴും ആ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടല്ലോ, അത് എപ്പോഴും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പോലും അതിൽ ഒരു 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 കുറവുണ്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ ഫാമിലിയിൽ വരുമ്പോൾ ഫാമിലിയാണ്, ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കണം. എനിക്ക് പലപ്പോഴും എനിക്ക് ആ ഒരു സിൻസിയാരിറ്റി ഇല്ലാതെ കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. പിള്ളേർ പഠിക്കുന്നുണ്ടെന്ന് അറിയാം, നമ്മൾ അച്ഛനായിട്ട് ചെയ്യുന്നത് ചെയ്യും. പക്ഷേ അവരുടെ എക്സാം ആവട്ടെ, അല്ല അവർക്ക് വേണ്ടിയ കാര്യങ്ങളാവട്ടെ, ഈ കാര്യം ഒരു അമ്മ എന്നുള്ള രീതിക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഒരു ഓഫീസറായിട്ട് അധികം കൂടി ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ 17 വർഷമായിട്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതുവരെ പഠിച്ചില്ല. മാമിനോ? ഞാനും അതുപോലെ തന്നെയാണ്, പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ കംപ്ലീറ്റ്ലി പഠിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. രാജമാണിക്യത്തിനോട് സംബന്ധിച്ചോളം അദ്ദേഹം ഈ ഫെല്ലോ ഹ്യൂമൻ ബീയിങ്സിനെ, സഹപ്രവർത്തകരോടും പെരുമാറ്റ രീതി, ഒരു മനുഷ്യനെ ഒരു പെരുമാറുന്ന രീതി ഒരു ഭയങ്കര അതൊരു നാച്ചുറലി ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാത്ത ഒരു കാര്യമായിരിക്കും അദ്ദേഹം ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് കാണുന്നത്. അപ്പം അത് ഞാൻ പലപ്പോഴും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിധമുണ്ടല്ലോ. ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാവരും കാണും, പക്ഷെ എല്ലാവരെയും നമ്മൾ ഓർക്കണം എന്നില്ല. പക്ഷെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തൊടുന്ന ചില ആൾക്കാർ മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഓർമ്മ കൊടുക്കാൻ, ഒരു വ്യക്തിക്ക് ഒരു ഓർമ്മ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം രാജമാണിക്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് പഠിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് അതിനപ്പുറം അതിനൊരു വിലയും ഒരു ഇമോഷണൽ ടച്ചും എങ്ങനെ കൊടുത്ത് അവരോട് പെരുമാറുക എന്നുള്ളതാണ്. അപ്പോഴേ കല്യാണത്തിന് മുമ്പേ അത് ഞാൻ കണ്ട് കൂടുതൽ പഠിക്കാൻ കല്യാണം നടന്നു. അല്ല, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇദ്ദേഹം അത് ചെയ്യുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആണ്. നമ്മൾ ചിലപ്പോൾ അത് ചെയ്താൽ ചിലപ്പോൾ അത് ആർട്ടിഫിഷ്യലായി മാറും. പക്ഷെ അത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് ടെൻസ്ഡ് ആണ്, പക്ഷെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു സിവിൽ സർവീസ് 2 പേരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വന്നതും സാർ എൻ്റെ അടുത്ത് ആദ്യം എന്ന് പറഞ്ഞു, ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞു, പിടിച്ച് കടിച്ച് തിന്നരുത്. അപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിട്ട, ഓക്കെ സാധാരണ മനുഷ്യരെ പോലാണ് 2 പേരും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്ത്. ശരി, സാറിൻ്റെ ബുക്കിലെ സമർപ്പണം പേജിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അതായത് വീണെടുത്ത് നിന്നും തിരിച്ച് ഉയർന്ന് പറക്കാൻ ചിറകുകൾ നൽകിയവർക്ക് വേണ്ടി എന്നുള്ളൊരു സംഭവം. സാറിൻ്റെ ലൈഫിൽ അങ്ങനെ പറക്കാൻ സഹായിച്ച ഒരാളെ പറ്റി പറയുവാണെങ്കിൽ അത് ആരായിരിക്കും? അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടില്ല. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരു സ്ഥലത്തല്ല വീണത്, ഞാൻ വീണുകൊണ്ടേയിരുന്നു, എണീറ്റുകൊണ്ടേയിരുന്നു എന്നുള്ളതുപോലെ ഒരു സമയം ഓരോരുത്തരുണ്ട്. അത് ഞാൻ ഒരാളെ മാത്രം കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു പക്ഷേ വളരെ ഇതായി പോകും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ടീച്ചേഴ്സുണ്ട്, കൂടെ കൊണ്ടു നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പറയണമെങ്കിൽ ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയാനായിരിക്കും. പക്ഷേ പറഞ്ഞതിൽ ആളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ സംഭവത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു സ്കൂൾ കുട്ടിയായിട്ടുള്ള രാജമാണിക്യം, ഒരു ഗ്രാമത്തിൽ ജനിച്ച രാജമാണിക്യം എന്ന് പറയുന്നത് ഒരു എക്സ്പോഷറും ഇല്ലാത്ത ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകത്തിൽ തന്നെ അത് കുറിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത, CBSE സിലബസ് എന്താണ് അറിയാത്ത, IIT അറിയാത്ത ഒരു സാധാരണമായിട്ടുള്ള പച്ചയായിട്ടുള്ള ഗ്രാമത്തിൽ ജനിച്ച് അത്രത്തോളം എക്സ്പോഷർ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അവിടെ നിന്ന് IAS എന്നുള്ള രീതിക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഒന്നും എക്സ്പോഷർ ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം IAS ആകാനൊന്നും കഴിയത്തില്ല. പക്ഷേ അവിടെയാണ് ഞാൻ എന്റെ സമർപ്പണം പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്തും ഞാൻ വീണിട്ടുണ്ട്, ഇംഗ്ലീഷ് അറിയാതെ വീണിട്ടുണ്ട്. അപ്പോ അത് പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. പൈസ ഇല്ലാതെ എവിടെയും മുന്നോട്ട് പോകാൻ പറ്റില്ല, തളർന്നു നിന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ പിടിച്ച് സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. പഠിക്കാൻ അവസരം ഒന്നും ഉണ്ടാവത്തില്ല പൈസ ഇല്ലാത്തത് കൊണ്ട്, ആ സമയത്ത് പിടിച്ച് കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. എവിടെയൊക്കെയാണ് ഒരു സാധാരണക്കാരൻ സ്റ്റക്കാവുമോ
അതാണ് ഞാൻ വീണേടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ പഠിക്കാൻ പോകുമ്പോൾ പൈസ ഇല്ല പഠിക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, പൈസ കൊടുത്ത് സഹായിച്ച ഫ്രണ്ട്സ് ഉണ്ട്. പഠിക്കാൻ പോയപ്പോൾ അക്കാഡമിയിൽ പോയി പഠിക്കാനായിട്ട് പൈസ ഇല്ലായിരുന്നു, സഹായിച്ച ടീച്ചറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ വീണയിടത്ത് ഇവരെ ആരും എന്നോട് സഹായിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്രാമത്തിലുള്ള രാജമാണിക്യത്തിന് IAS ആകാൻ പറ്റുമെന്ന് എനിക്കൊന്നും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മാത്രമല്ല, ഈ സമൂഹത്തിൽ എല്ലാവരും ഏതോ ഒരു വകയിൽ മറ്റവരെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതിൽ നമ്മളുടെ പങ്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ വീണെടുത്ത് സഹായിക്കാൻ ഒരു സ്ഥലത്ത് ആൾക്കാർ കാണുമായിരിക്കും, പക്ഷേ ആ വീണ വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ആഗ്രഹമില്ലാതെ ചിലപ്പോൾ പോകുമായിരിക്കും. ചിലപ്പോൾ എണീറ്റ് നടക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കും സഹായിക്കാൻ ആളുള്ളതായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണെന്ന് പറയുന്നത് അത് ദൈവത്തോട് എപ്പോഴും നന്ദിയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സമർപ്പണം. വീണിടത്തിലിരുന്ന് വീണ്ടും പറക്കാൻ കറുത്ത ഈ ചിറകുകൾ നൽകിയവർക്കാണ് സമർപ്പണം എന്ന് പറഞ്ഞത്. ഞാൻ ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര പാട്ടും ബഹളവും നിറയെ ആൾക്കൂട്ടമൊക്കെ ആയിരുന്നു. അപ്പം മനസ്സിലായി ഇവിടെ ഓണാഘോഷം നടക്കുവാണ്. അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്, വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. സാറ് മാമും വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. 20 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. അന്ന് തൊട്ട് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഇനി ഒരുപാട് ആൾക്കാർ വരാൻ പോകുന്നു എന്നറിയാം. ഇപ്പം കേരളത്തിൽ ഈ വർഷം നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ഓണം, അല്ലെങ്കിൽ ഈ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ആഘോഷിക്കുന്ന ഓണത്തെ പറ്റി നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യൂ. ഈ വീട്ടിലെ ഓണം എന്താണ്? ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ASP ആയിരിക്കും ഒരു കുഞ്ഞു ഓണമായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കൂടെ സഹപ്രവർത്തകരുമായിട്ടിരിക്കുന്ന അവരോടുള്ള ബന്ധങ്ങൾ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഓരോരോ ഓണമും ഞങ്ങളങ്ങനെ ചെറിയ ഓണം, കുഞ്ഞു ഓണം, വീട്ടിലുള്ള ആ ഒരു കുഞ്ഞു അത്തപ്പൂക്കളം വലിയ സംഭവമായി മാറി. ഇനി ഏകദേശം ഒരു 18 വർഷം 19 വർഷം ആകുമ്പോൾ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഇവിടെ ഉണ്ട്. ഇതുവരെ ഞങ്ങളോട് വർക്ക് ചെയ്ത എല്ലാവരും ഈ ഓണത്തിന് മുമ്പുള്ള ഒരു ഞായറാഴ്ച ഇവിടെ എത്തും. അപ്പം അത് അവരാണ് ഈ ഓണസദ്യ ഒരുക്കുന്നത്. അപ്പോൾ നേരത്തെ ഇരുന്ന ഓഫീസിലിരുന്ന ഡ്രൈവറോ ഗൺമാനോ അല്ലെ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറോ ഓഫീസിലുള്ള ആൾക്കാർ, അങ്ങനെ അവർക്കെല്ലാവർക്കും ഒരേപോലെ ഞങ്ങൾ ഉടുപ്പെടുത്ത് വെക്കും. അപ്പോൾ അവർ സദ്യ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു 50, 60, 70 പേർക്കുള്ള ഒരു ഓണസദ്യ ആയിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ വീട് കുഞ്ഞായിരിക്കുമ്പോഴും ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഒരു 10 പേരിരുന്ന് ഒന്നിച്ചിരുന്ന് വിളമ്പി കഴിക്കുന്ന ഒരു സന്തോഷമാണ് ശരിക്കും. ഒരുപാട് ഓണങ്ങൾ ഉണ്ടെങ്കിലും ഓണങ്ങളിൽ ഒരുപാട് ദിവസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ദിവസം ഞങ്ങൾക്ക് പ്രത്യേകതയാണ്. കാരണം ഞങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് പഴയ ബന്ധങ്ങൾ, പഴയ ഓർമ്മകൾ എടുത്തുകൊണ്ട് വന്ന്, ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ പൂക്കളം ഇട്ടപ്പോൾ ഇരുന്ന് ഒരു 2 മണി വരെയായി ഇവിടെ എല്ലാവരും ഞങ്ങളിരുന്ന് പൂക്കളം ഇട്ടത്. അപ്പോൾ അത് പഴയ ഫോട്ടോസ്, കഴിഞ്ഞ വർഷം ഇട്ടത്, അതിന് മുമ്പുള്ള ഇട്ടത്, ഇതെല്ലാം ആയിരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ചിരിയും കളിയുമായിരിക്കും. അപ്പോൾ ഒരു സത്യം പറഞ്ഞ ആ ബന്ധങ്ങളുടെ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സുഖമുണ്ടല്ലോ. അത്രയും ആൾക്കാർ അങ്ങ് കൂടി വലുതായി, അതായത് ഒരു ഓണമും ഞങ്ങളുടെ കുടുംബം വലുതായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഓണമാണ് എപ്പോഴും ഞങ്ങൾ വീട്ടിലുള്ള ഓണം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഓണം. ഈ ഓണം എന്ന് പറയുന്നത് ഓർമ്മയുടെയും ഒരുമയുടെയും ഓണം എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ വീട്ടിൽ എപ്പോഴും എന്തിനറിയാവോ, ഇത് ഓണം ആഘോഷിക്കുന്നതല്ല. ഇത് എന്നുവെച്ചാൽ ആ ഒരു വർഷം നമ്മളൊപ്പം നമ്മളോട് കൂടെ നമുക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാർ കാണും. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. ചിലപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവറായിരിക്കാം, വീട്ടിൽ നമ്മളടുത്ത് കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്. പക്ഷെ അതേ സമയത്ത് നമ്മളുടെ ഇത് ജോലി ചെയ്യുന്നത് ഒരു ഓഫീസറായിട്ടല്ല, ഒരു കുടുംബാംഗങ്ങളായിട്ട് ആയിത്തീർക്കുന്ന, ചിലപ്പോൾ ഓഫീസ് ലെവലിൽ എൻ്റെ ഓഫീസ് സ്റ്റാഫായിരിക്കാം, നിശാന്തിൻ്റെ ഓഫീസ് സ്റ്റാഫായിരിക്കാം, വീട്ടിൽ അതുപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വർഷം നമുക്ക് വേണ്ടി ചെയ്ത ഒരാൾക്ക് അവരോടൊപ്പം തന്നെ ഒരു കുടുംബമല്ലേ, അങ്ങനെ കൂടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയ ഓണത്തിടത്. അത് അന്ന് തൊട്ട് വർഷം ആൾക്കാർ നമ്മൾ മാറി വന്നാൽ പോലും പഴയ ആൾക്കാർ അപ്പോൾ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് ഈ ഓണം. ഇതിന്റെ പ്രത്യേകത എനിക്ക് പേഴ്സണലി എന്തിനറിയാവോ, ഞാൻ കൂട്ടത്തിലുള്ളതുപോലല്ല ഇൻഡിവിജ്വൽ ആയിട്ട്. എനിക്ക് ഭയങ്കര പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാനൊരു ഇൻട്രോവേർട്ടാ. കോമഡിയാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ടോക്ക് 1.5 മണിക്കൂറായിരുന്നു. പക്ഷേ ഒരു ഇൻട്രോവേർട്ടാ എന്ന് വെച്ചാൽ രണ്ടുപേര് ഇരിക്കുമ്പോൾ എനിക്ക്
എന്ത് ചോദിക്കണം, എന്താ സംസാരിക്കണം. ചിലപ്പോൾ ഓഫീസിലുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ അന്യേണ്ടത് കാണും, പുറത്ത് സംസാരിക്കുന്നത് പോലല്ലല്ലോ ഓഫീസിൽ തന്നെ. അതുകൊണ്ട് അവരോട് സ്നേഹമില്ലെന്നോ മറ്റതോ ഒന്നല്ല, എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഓഫീസ് സംവിധാനങ്ങളൊക്കെ പോകുമ്പോൾ ഒരു ദിവസം എങ്കിലും ഇവരുമായിട്ട് അങ്ങനെ ചിരിച്ച് കളിച്ച് ഇരിക്കാൻ പറ്റുന്ന കൂട്ടത്തിൽ എനിക്ക് എങ്ങനെയാണ്. പലപ്പോഴും നമ്മള് ഓഫീസിന്റെ ഇടയ്ക്ക് തിരക്കില് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്കാണ് നമ്മൾ സമയം കൊടുക്കാതെ വരുന്നത്. അപ്പൊ പല ഓഫീസിൽ നിന്നും നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ട്രാൻസ്ഫർ ആവുമ്പോൾ അവർ പറയും മാഡത്തിനോട് കുറച്ചെങ്കിലും സംസാരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നും നമ്മുടെ ഓഫീസിലിരിക്കുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് നമുക്ക് പല സമയം കിട്ടില്ല. ഓഫീസിൽ പോയ തൊട്ട് മീറ്റിങ്ങും അടുത്ത കാര്യം ആരെങ്കിലും വരും, അങ്ങനെയായിരിക്കും. അപ്പൊ അത് ഈ പറയുന്നത് പോലെ അവരോട് ഒപ്പം ഒരു ഓണം എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു വർഷത്തോടെ ഊർജം ഒരു ദിവസം കൊണ്ട് കൊടുക്കുക, ഒരു വർഷം സഹിക്കുക, ഒരു ദിവസം സന്തോഷമായിരിക്കുക, ആ ഊർജം കൊണ്ട് ഒരു വർഷം നമ്മളെ സഹിക്കുക. കാരണം നമ്മളോട് കൂടെ ഇരിക്കുന്നവർക്കാണല്ലോ നമ്മൾ ദേഷ്യപ്പെട്ടാലും വഴക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള വഴക്കാണെങ്കിലും അവരായിരിക്കും പലപ്പോഴും അതിന് കേൾക്കാൻ ഇരിക്കുന്നവര്. അപ്പൊ അവരത് മനസ്സിലാക്കും ശരിക്കും. ഐ തിങ്ക് എല്ലാ സിവിൽ സർവീസ് ഓർ എല്ലാ ഒരു സീനിയർ ലെവൽ പൊസിഷൻസിലിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇതായിരിക്കും. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ചേച്ചിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നത്, നമ്മുടെ മനസ്സമാധാനത്തിന് ഒരു വലിയ ഇത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഏറ്റവും നമ്മളുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് ഇരുന്ന് പിന്നെ ഞങ്ങൾ എല്ലാ സാധനവും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വി ജസ്റ്റ് നീഡ് റീസൺ ടു സെലിബ്രേറ്റ്. ഇപ്പോഴും പൊങ്കലും ദീപാവലിയും എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. എല്ലാം സെലിബ്രേറ്റ്. കേരളത്തിൽ തലസ്ഥാനത്ത് ഇവിടെ പൊങ്കലുണ്ട്, ഇവിടെ ദീപാവലി ഉണ്ട്, ഹോളി ഉണ്ട്, ഓണം ഉണ്ട്. എല്ലാ എസ്പെഷ്യലി ട്രിവാൻഡ്രത്തുള്ള സിവിൽ സർവീസുകാരുടെ ഒരു ഞങ്ങൾ പറയും ഒരു തട്ടേക്കാടാണ്. അത് വളരെ സന്തോഷം. ഓണത്തിന്റെ പ്രത്യേകത ആ സ്റ്റാഫാണ് ഓണസദ്യ ഒരുക്കുന്നത്. അപ്പൊ മറ്റതെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ ഓണം അവർ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരുമായിട്ട് ഇരുന്ന് ഞങ്ങൾ എല്ലാവരും വിളമ്പി പാട്ടും ഡാൻസും ഒക്കെ ആയി അത്തപ്പൂക്കളം ഇട്ട് ഒരേപോലെ ഡ്രസ്സിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ഇപ്പൊ ഓണം എന്ന് പറയും. ഇപ്പൊ ഓണം വലുതായി, കുടുംബാംഗങ്ങൾ ഒരുപാട് ആൾക്കാരായി, ഒരുപാട് വലുതായിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും നിങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായി തന്നെ നടക്കട്ടെ. ഇനിയും ഒരുപാട് അടിപൊളി ഓണങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബത്തോടൊപ്പം കൂടെ വർക്ക് ചെയ്തവരോടൊപ്പം ഒക്കെ ഉണ്ടാവട്ടെ. ഞാനും ഈ ഒരു മൊമെന്റ് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ബ്ലെസ്ഡ് ഫീലിംഗ്. കാരണം ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് ഒരു അരമണിക്കൂർ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ജെനുവിൻലി ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ആദ്യത്തെ ഓണമാണ്. ഇന്റർവ്യൂർ ആയിട്ട് ആദ്യത്തെ ഓണമാണ്. 2013 ഒരു കപ്പിൾസ് ആയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ഒരു ഓണത്തിന് ഞാൻ ജില്ലാ കളക്ടർ ആയിരുന്നു കൊടുത്തത്. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്ത കുട്ടിയും ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു. പിന്നീട് വളരെ ഫേമസ് ആയ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും വളരെ ഫേമസ് ആയിട്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം, സാർ ഇത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ സിവിൽ സർവീസ് ട്രൈ ചെയ്യണം അച്ഛന്റെ ഒരു സ്വപ്നമുണ്ട്. ഞാൻ ഇന്ന് കാറിൽ വരുന്ന വഴിയും കൂടെ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ഞാൻ അപ്പഴെടുത്ത് ചോദിച്ചപ്പോ അപ്പഴപ്പോ പറഞ്ഞു ഇപ്പോഴാണ്ട് നിനക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു ഫീൽഡിൽ കിട്ടാത്തതിനപ്പുറം ട്രൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ആക്ച്വലി നമ്മളത് ട്രൈ ചെയ്യുന്നത് വളരെ അല്ല, ഐ തിങ്ക് ഇത് ഡിഫിക്കൽട്ടാണ്, പക്ഷെ ഇമ്പോസിബിൾ ഒന്നും അല്ലല്ലോ. നമ്മളത് മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് എവിടെയോ ഇരുന്ന് ആദ്യമായിട്ട് ഒരു സിവിൽ സർവന്റിനെ കാണുന്നത് തന്നെ ഞാൻ എന്റെ ഉടുപ്പിട്ട് കണ്ണാടിയിൽ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്ന ഒരു ഇത്. ഇപ്പോഴുള്ള അവസരങ്ങളും ഇൻഫർമേഷൻ അവൈലബിലിറ്റിയും എല്ലാം നോക്കുമ്പോൾ ഐ തിങ്ക് ഇത് കിട്ടൂല എന്ന് ഒരു ഇത് പോലില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു നീഡ് ടു ഡിസൈഡ്. ആ ഒരു മൈൻഡ് ബ്ലോക്ക് റിമൂവ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട് പോകണം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഇഫ് യു കാൻ ദെൻ ഹൂ ക്യാൻ. താങ്ക് യു. അതെനിക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നൊരു സംഭവം. കാരണം ഒരു സിവിൽ സർവീസ് ദമ്പതികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേൾക്കാന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളും ഒരു സിവിൽ സർവീസ് ദമ്പതിയായിട്ട് മാറാനായിട്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊതിയൊക്കെ തോന്നിട്ടോ. തീർച്ചയായിട്ടും പോയി തുടങ്ങിക്കോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്.